ഹലോ ഗായ്സ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഘർ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. സുരാജ് വെഞ്ഞാറമ്മൂട്, കുഞ്ചാക്കോ ബോബൻ, അനഘ, ഇങ്ങനെ ഒരുപാട് താരങ്ങൾ വരുന്നൊരു സിനിമയാണ്. ജയ് കൃഷ്ണനാണ് സംവിധാനം. ജയ് കെ നമ്മുടെ എസ്രയൊക്കെ ഡയറക്റ്റ് ചെയ്തില്ലേ, പുള്ളിയാണ് ഇതിന്റെ സംവിധായകൻ. ആക്ച്വലി ഞാൻ ഈ സിനിമ കാണാൻ തീരുമാനിച്ചത് തന്നെ അദ്ദേഹം ആണ് ഡയറക്ഷൻ എന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ശരിക്കും. എന്നാൽ എനിക്ക് തിയേറ്ററിൽ പോയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ആക്ച്വലി എവിടെയും ഒരു സീക്വൻസിലോ ഒരു സീനിൽ പോലും എനിക്കത് കണക്ട് ആയിട്ടില്ല. എസ്പെഷ്യലി ക്ലൈമാക്സ് എന്തൊക്കെയാണ് നടന്നതെന്നൊരു പിടുത്തമില്ല. ഒരു സോങ് വരുന്നു, അതിൻ്റെ ബാക്കിലൊരു പെട്ടെന്നൊരു നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഒന്നുമല്ല, എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതേ സംഭവം തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതൊരു റിയൽ ഇൻസിഡൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ നടത്തിയൊരു സിനിമയാണെന്ന് തോന്നുന്നു, ചെയ്തൊരു സിനിമയാണ്. ആക്ച്വലി ഒരു മൃഗശാലയിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് മൃഗശാലയിൽ ഒരു സിംഹത്തിൻ്റെ അതിനകത്ത് അകപ്പെട്ട ഒരാളുടെയൊക്കെ ന്യൂസൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് ചെയ്തൊരു സിനിമയാണ്, അതും ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചു അത്യാവശ്യം കോമഡി സ്കോപ്പ്, ട്രെയിലർ കണ്ടപ്പോൾ ഒരു കോമഡി സ്കോപ്പുള്ള സിനിമയാണ് എന്നൊക്കെയാണ് തോന്നിയത്. പക്ഷെ എനിക്കൊരു തരത്തിലും എവിടെയും ചിരിക്കാനായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ പോയിട്ട് മൃഗശാല, ഇതിനകത്ത് ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കരടി, സിംഹം, പിന്നെ അതേപോലെ നമ്മുടെ ഒരുപാട് മൃഗങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ, കുട്ടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയണം. കോമഡി ഒന്നും ഒട്ടും വർക്കായിട്ടില്ല. പിന്നെ രമേഷ് പിഷാരയുടെ ക്യാരക്ടർ വരുന്നത് ശോഭി തിലകൻ. ആക്ച്വലി ഇതിനകത്ത് ഒരു പ്ലസ് പോയിന്റ് എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ, ശോഭി തിലകൻ്റെ ആ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തിലകൻ സാറിൻ്റെ ഒക്കെ ഒരു റിസംബ്ലൻസ് ഫീൽ ചെയ്തു. കാര്യം ആ ആളുടെ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ തിലകൻ സാർ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു തരത്തിലും എന്നെ ഒട്ടും സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പാട്ടുകളാണെങ്കിലും അത്ര എഫക്റ്റീവായി തോന്നിയില്ല. പിന്നെ അനാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോയി പാട്ട് വന്നു, പിന്നെ ക്ലൈമാക്സ് വന്നു, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ആവറേജ് ഫീൽ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഫീൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതൊക്കെ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാര്യം അത്രയും കാര്യങ്ങൾ, മൃഗശാലയാണ് ഓൾമോസ്റ്റ് ലൊക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ.